ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തി ഏതുവരെയെന്ന് വെച്ചാൽ നമ്മൾ ലൂഫിയും നാമിയും കൂടെ നമ്മളെ നമ്മളെ ബഗ്ഗിയുടെ ഐലൻഡിൽ എത്തുന്നതും അവിടെ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. നാമി ഏതോ ട്രഷർ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബഗ്ഗിയുടെ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ബഗ്ഗിയുടെ കുറേ പൈറേറ്റ്സ് നമ്മളെ നാമീനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൂഫി ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നുണ്ട്. ലൂഫി ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീഴാനുള്ള കാരണമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ കാണിക്കുന്നില്ല, കഴിഞ്ഞ എപ്പിസോഡിലുള്ളതാണ്. അപ്പോൾ യവൻ എന്തുവാണ് ഈ ഷിപ്പിൽ കിടന്ന ഓരോ കോപ്രയെ കാണിക്കുമ്പം എന്തുവാണ് യവൻ റബ്ബറല്ലേ, അത് കാരണം ആ ഒരു എലാസ്റ്റിസിറ്റി കൊണ്ട് തന്നെ യവൻ ഷിപ്പിൽ നിന്ന് റിപ്പൽ ചെയ്തിട്ട് തെറിച്ച് നമ്മളെ നേരെ ഈ ഒരു ഐലൻഡിലോട്ടാണ് പറന്ന് വരുന്നത്. അപ്പോൾ അത് വന്ന് നേരെ വീഴുന്നത് യവന്മാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആരെയാണ്, നമ്മളെ നാമിയുടെ മുമ്പെയാണ്. നമ്മളെ നാമി എന്ന് പറയുന്നത് ഉഡായിപ്പിൻ്റെ ഉസ്താദാണ്. എവളെന്തോ ചെയ്യും, എവളെ ആ സമയം എന്തുവാണ് ലൂഫി എന്തായാലും വന്ന് വീഴണല്ലേ, ലൂഫീനെ അവളെ ക്യാപ്റ്റനാക്കിയിട്ട് ഹായ് ബോസ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടരുത് നിങ്ങൾ നോക്കിക്കുമെന്ന് പറഞ്ഞിട്ട് ലൂഫീനെ അവന്മാർ മുമ്പിട്ട് കൊടുത്തിട്ട് എന്തോ ഈ നാമി ഓടി രക്ഷപ്പെടും. ആ സമയം എന്തോ ചെയ്യും, നമ്മളെ ലൂഫിക്ക് ഇതേപോലെ പവറൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇവളറിയുന്നില്ല. ഇവളങ്ങനെ അവന്മാരെ മുമ്പിട്ട് കൊടുത്തിട്ട് ഇവൾ ഓടിപ്പോയി ഒരു തട്ടിൻ്റെ മണ്ടേക്ക് കയറി നോക്കുമ്പം ആ സമയം കൊണ്ട് ലൂഫി അവന്മാരെ എല്ലാം അടിച്ചിടും. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മളെ നാമി ഇമ്പ്രസ് ആവും. അപ്പോൾ ഈ സമയത്താണ് ഇവർ ഫസ്റ്റ് കണ്ടുമുട്ടുന്നതും ഫസ്റ്റ് സംസാരിക്കുന്നത്. അങ്ങനെ നാമി എന്തോ ചെയ്യും, നാമി ലൂഫിയുടെ പിറകെ വരും. അപ്പോൾ ലൂഫിക്ക് എപ്പോഴും വിശപ്പാണ്. ലൂഫിക്ക് ഒരു ഫൈറ്റ് കഴിഞ്ഞാലും ഭയങ്കര വിശപ്പാണ് ലൂഫിക്ക്. അങ്ങനെ ഒരു സൂക്കേടും കൂടെ നമ്മളെ ഹീറോയ്ക്കുണ്ട്. അപ്പോൾ ലൂഫിക്ക് വിശക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് എവൾ ഫുഡ് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലൂഫിനെ വിളിച്ചുകൊണ്ട് ഒരു ഹോട്ടലിൽ പോകും. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ബഗ്ഗി ദ ക്ലൗണിനെ ഫസ്റ്റായിട്ട് ഈ ഒരു വൺ പീസിൽ കാണിക്കുന്നത്. ബഗ്ഗി എന്ന് പറയുന്നത് ഒരു പൈററ്റാണ്. അപ്പം അവനൊരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ഇയാളെ ഫസ്റ്റ് ടൈം കാണിക്കുന്നത് ഒരു വില്ലനായിട്ടാണ് ഇയാളെ കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ടാകുമ്പോൾ വേറെ കഥകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അത് നമുക്കിപ്പോഴേ നോക്കണ്ട, നമുക്കിപ്പം നടക്കുന്ന കാര്യം നോക്കാം. അപ്പം ബഗ്ഗി എന്തോ ചെയ്യും, ബഗ്ഗിയുടെ ഈ ഒരു ടീമിനെല്ലാം ബഗ്ഗിനെ ഭയങ്കര പേടിയാണ്. കാരണം ഒരു ഡെവിൾ ഫ്രൂട്ട് അവൻ കഴിച്ചിട്ടുണ്ട്. ബഗ്ഗി ഡെവിൾ ഫ്രൂട്ട് കഴിച്ചതെന്ന് വെച്ചാൽ അവൻ ചോപ്പ് ഫ്രൂട്ട്, അങ്ങനെ ഒരു ഡെവിൾ ഫ്രൂട്ടാണ് അവൻ കഴിച്ചത്. അപ്പോൾ അവൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവനെ ആർക്ക് സോഡ് വെച്ചൊന്നും കൊല്ലാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ഒരു ബോഡി പാർട്ട് എടുത്ത് മുറിച്ച് കഴിഞ്ഞാലും അതിങ്ങനെ ആകാശത്തൂടെ പറന്ന് നടക്കും. അങ്ങനെ ഒരു എബിലിറ്റിയാണ് അവനുള്ളത്. എത്ര വേണമെങ്കിലും അവനെ കട്ട് ചെയ്ത് പീസാക്കിയാലും അവൻ വീണ്ടും ജീവനോടെ വരും. അങ്ങനെ ഒരു ടൈപ്പ് ഒരു എബിലിറ്റിയാണ് അവനുള്ളത്. നമ്മൾ നേരെ ലൂഫിയുടെ അടുത്തോട്ട് വരുമ്പം നാമി ലൂഫിനെ കൊണ്ടുപോയിട്ട് ഒരു ഹോട്ടലിൽ കയറ്റിയിട്ട് അവന് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കും. അപ്പോൾ ആ സമയത്താണ് നാമി ലൂഫിയും കൂടെ പരസ്പരം സംസാരിക്കുന്നതും അവരെ കാര്യങ്ങൾ പറയുന്നതും. അപ്പം നാമിയുടെ ലക്ഷ്യമൊക്കെ പറയും. നാമിക്ക് എന്ന് പറയുമ്പോൾ ഒരു 100 മില്യൺ ബെറീസ് അവൾക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതെന്തിനാണെന്നൊക്കെ പിന്നെ ഉള്ള എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റോബറിക്ക് വേണ്ടിയിട്ട് നടക്കുന്നത്. അപ്പം മെയിനായിട്ട് ഒരു നാവിഗേറ്ററാണ്. അപ്പോൾ ആ കാര്യമൊക്കെ പറയും. നമ്മളെ ലൂഫിക്കും ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു നാവിഗേറ്ററാണ്. അപ്പോൾ നമ്മളെ സോറോയും ലൂഫി എന്ന് പറയുന്നത് ഇവന്മാർ രണ്ടും ഭയങ്കര പവർഫുള്ളാണെങ്കിലും ഇവന്മാർ രണ്ടെണ്ണം പൊട്ടന്മാരാണ്. തലയ്ക്കകത്തൊരു കിളിക്കുഞ്ഞു പോലും ഇല്ലാത്ത സാധനങ്ങളാണ് ഇവന്മാർ രണ്ടുപേരും. അപ്പോൾ അവന്മാർ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ പോലും ഇവന്മാർക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന്മാർക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു നാവിഗേറ്ററാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ലൂഫി നമ്മളെ നാമിയോട് ചോദിക്കുന്നു, എൻ്റെ ക്രൂവിൽ പാർട്ണറാവോ, ജോയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും അവൾക്ക് അങ്ങനെയൊന്നും പറ്റില്ല, മെയിനായിട്ട് റോബറാണ്. അപ്പോൾ അവളെ ലക്ഷ്യം തന്നെ പൈസ ഉണ്ടാക്കണം, എങ്ങനെയാണുള്ള പറ്റിക്കണം, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയും. അപ്പോൾ ലൂഫി പറയാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവൾക്ക് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ആവുകയും ചെയ്യും. വേറൊരു പ്ലാൻ അതിൻ്റെ ഇടയിൽ കൂടെ കാണും. അങ്ങനെ നമ്മളെ ലൂഫിനെയും കെട്ടിക്കൊണ്ട് നമ്മളെ ബഗ്ഗിയുടെ അടുത്തോട്ട് പോകും. ലൂഫിയാണ് അവൻ്റെ ഏതോ ഒരു മാപ്പ് അടിച്ച് മാറ്റിയത്. സത്യം പറഞ്ഞാൽ നാമിയാണ് അടിച്ച് മാറ്റിയത്. അപ്പോൾ ആ മാപ്പ് ലൂഫിയാണ് അടിച്ച് മാറ്റിയത്. അത് ഞാൻ തിരിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ലൂഫിനെ കൊണ്ടുപോയി കെട്ടിക്കൊണ്ട് വന്നിട്ട് ബഗ്ഗിയുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ ടീമിൽ ജോയിൻ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അവൾ ബഗ്ഗിയുടെ ആ ഒരു പൈററ്റ് ഗ്രൂപ്പിൽ ജോയിൻ ആവും. ഈ ബഗ്ഗി ഒരു പൊട്ടനായതുകൊണ്ട് തന്നെ ഒരു പെണ്ണെന്ന് പറഞ്ഞപ്പം എന്താണെന്ന് ഒരു ചിന്തിക്കാതെ ഓക്കെ ശരി നീ എൻ്റെ ടീമിൽ ജോയിൻ ആയിക്കോ എന്നും പറഞ്ഞിട്ട് ഓക്കെയും പറഞ്ഞിട്ട് ലെറ്റ്സ് പാർട്ടി സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് അവളെ വന്നെൻ്റെ ആഘോഷത്തിന് പാർട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതിനിടയ്ക്ക് വെച്ചിട്ട് ബഗ്ഗി ബോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാനൺ ബോളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഷോ ഓഫ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിനിടയ്ക്ക് കൂടെയൊക്കെ ലൂഫിനെ പിടിച്ച് ട്രാപ്പിലാക്കി ജയിലിലൊക്കെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ലൂഫിക്ക് ഫുഡ് കാണാൻ ആക്രാന്തം തോന്നും. അതിൻ്റെ ഇടയിൽ കൂടെ തിന്നാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സമയത്താണ് ഈ ബഗ്ഗി ബോൾ ക്യാനൺ ഫയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തോ അടുത്ത് ഫയർ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഉള്ള കുറേ ബിൽഡിങ് തന്നെ അങ്ങ് ഇല്ലാതായി പോകും. പൊട്ടി നശിച്ച് പോകുന്നത് കാണുമ്പോൾ ഈ നാമിക്കൊക്കെ ഒരു ഫിയറായി അങ്ങനെ അങ്ങ് നിൽക്കും. ആ ഒരു ക്യാനൺ ഫയർ ആകുമ്പോൾ വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിലൊക്കെ മനുഷ്യരുള്ളതാണ്. എന്നിട്ട് പോലും അതൊന്നും നോക്കാതെ അത്രയും ക്രൂവലായിട്ടാണ്
ബഗ്ഗി അവരൊക്കെ കൊന്നു കളയുന്നത്. അപ്പം അത് നമുക്കിവിടെ കാണിക്കുന്നൊന്നുമില്ല, എങ്കിലും എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ സോറോ അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം സോറോയും അതേ ഐലൻഡിൽ ബഗ്ഗിയുടെ പൈലറ്റിൻ്റെ കൂടെയാണ് സോറോയും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ ഇതൊക്കെ കണ്ടിട്ട് അവനും അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ ആ സമയത്ത് എന്തോ ചെയ്യും, യവന്മാർ ഈ ഒരു ക്യാനൺ എടുത്തിട്ട് നേരെ നമ്മളെ ലൂഫിയുടെ അടുത്തോട്ട് തിരിക്കും. എന്നിട്ട് നമ്മളെ നാമിയോട് പറയും അതിൽ ഫയർ ചെയ്യും, അതിൽ തീപ്പെട്ടി കത്തിച്ച് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ യവക്ക് ആ ഒരു മടിപ്പാണ്, അവൾ തന്നെ പിടിച്ചുകൊണ്ട് വന്ന് ട്രാപ്പിലാക്കി അവനെ കൊന്നുകളയാൻ പോകുന്നതുകൊണ്ടുള്ള ഒരു വിഷമം കാണാം. അവൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും അടിച്ചത് ചെയ്യാൻ പോകും. അപ്പം അവളെ കൊണ്ട് പറ്റില്ല. അപ്പം എന്തോ വേറൊരു പൈററ്റ് വന്നിട്ട് അവൻ എവിടെ നിന്ന് ഈ മാച്ച് ബോക്സ് തട്ടിപ്പറിച്ചിട്ട് അവൻ അതിൽ കത്തിച്ച് ആ ഒരു ക്യാനൺ ബോൾ ലൈറ്റ് ചെയ്യാൻ നോക്കും. അപ്പം ആ സമയം നാമി പെട്ടെന്ന് തന്നെ അവളെ ഇരുന്ന് സ്റ്റിക്ക് എടുത്തിട്ട് ആ ഒരു പൈററ്റിനെ അടിച്ച് താഴെ ഇട്ടിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതേ സമയം നമ്മൾ ബഗ്ഗിക്ക് ഒരു ഇതാവും, ബഗ്ഗി പറയും അവളെ കൊന്നുകളെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പൈററ്റ്സിൻ്റെ കൂടെയൊക്കെ പറയും. അപ്പോൾ ആ സമയം എല്ലാം കൂടെ നമ്മളെ നാമീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതേസമയം നോക്കുമ്പോൾ ആൾറെഡി നമ്മൾ ആ ഒരു ക്യാനൺ ഫയർ ആയി കഴിഞ്ഞാണ്. അപ്പം എന്തോ ഒന്നാമത്തെ കാര്യം, ഈ ക്യാനൺ ഫയർ ആവുന്നത് നോമിക്ക് ഇത്രയും പേരെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. ഇവക്ക് മൊത്തത്തിൽ ഒരു ഇതാവും, അവൾ ഓടിച്ചെന്നിട്ട് ആ ക്യാനൺ ഫയർ കത്തുന്ന ആ ഒരു സ്ട്രിപ്പിൽ പിടിച്ചിട്ട് അത് അണയ്ക്കാൻ നോക്കും. അപ്പോൾ അതേസമയം മറ്റന്മാരിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയും ചെയ്യും. എവിടെ വെട്ടാൻ വേണ്ടി വരുമ്പോൾ ആ സമയത്താണ് നമ്മളെ ഹീറോ എൻട്രി കൊടുക്കുന്നത്. ഹീറോ വരാറില്ല, നമ്മളെ സോറോ വന്നിട്ട് ഒരു മാസമായിട്ട് ഒരു എൻട്രി കൊടുത്തിട്ട് വേറെ ലെവൽ ഫൈറ്റൊക്കെ ചെയ്യാൻ പറ്റൂടാ. സോറോ എന്ന് പറയുമ്പോൾ ഈ ഒരു വൺ പീസിൽ തന്നെ വേറെ ലെവലൊരു ക്യാരക്ടറാണ്. ഇപ്പം ചില സമയം നമുക്ക് തോന്നും സോറോയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ എന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ് സോറോ. ഇപ്പോൾ ഇവൻ്റെ ഓരോ എൻട്രി ആണെങ്കിലും ഓരോ ഫൈറ്റിംഗ് സ്റ്റൈലാണെങ്കിലും ലൂഫീനെക്കാളും ബെറ്റർ ആയിട്ട് ചില സമയം നമുക്ക് സോറോ ആണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് വഴിയെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനുശേഷം സോറോ വന്നിട്ട് അവന്മാരോട് സംസാരിക്കുക ചെയ്യും. അപ്പം സോറോയും ഇവിടെ നമ്മളെ ബഗ്ഗിയും കൂടെ ഇവിടെ ഫൈറ്റ് ആവുന്നുണ്ട്. ഈ ഒരു ഫൈറ്റിലെന്ന് വെച്ചാൽ സോറോ ഒരു സോർട്സ്മാനാണ്. അത് കാരണം തന്നെ സോറോയുടെ സോഡ് വെച്ചിട്ട് നമ്മളെ ബഗ്ഗിനെ എത്രയൊക്കെ വെട്ടിയാലും ബഗ്ഗിക്കൊന്നും പറ്റത്തില്ല. ബഗ്ഗി പീസായി പോവുമെങ്കിലും കാരണം ബഗ്ഗി നമ്മളെ ഡബിൾ ഫ്രൂട്ട് യൂസ് ചെയ്തതുകൊണ്ട് ബഗ്ഗിനെ എത്ര വെട്ടിയാലും ബഗ്ഗി പീസായിട്ട് വീണ്ടും അത് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങ് വരും. ബഗ്ഗിയുടെ കാര്യം ക്ലോസ് ആയെന്ന് പറഞ്ഞ് നമ്മളെ സോറോ ഷോർട്സൊക്കെ എടുത്തിട്ട് അണ്ണാമടായിട്ട് നിൽക്കുമ്പം എന്തോ ചെയ്യും, ഈ ബഗ്ഗിയുടെ കൈ വെട്ടിയിട്ട കൈ തന്നെ എടുത്തിട്ട് അതിൽ ഇരിക്കുന്ന സോഡ് വെച്ചിട്ട് നമ്മളെ സോറോനെ കുത്തും. ഈ ഒരു സമയത്താണ് ബഗ്ഗിയുടെ കറക്റ്റ് ട്രൂ പവർ എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നത്. ബഗ്ഗി കഴിച്ച ഡബിൾ ഫ്രൂട്ട് എന്താണെന്നൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയം നോക്കുമ്പോൾ നമ്മളെ ലൂഫിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നാമിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോറോയും ഇഞ്ചേർഡായിട്ട് നിൽക്കുന്ന സമയത്ത് സോറോയ്ക്ക് ഒരു ഐഡിയ സ്ട്രൈക്ക് ആവും. അപ്പോൾ സോറോ നേരെ എന്നിട്ട് ആ ബഗ്ഗി ബോൾസൊക്കെ ഇരിക്കുന്ന ആ ഒരു ക്യാനൺ എടുത്തിട്ട് നേരെ ഈ ബഗ്ഗി പൈററ്റ്സിൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ച് വെച്ചെടുക്കും. എന്നിട്ട് അത് ലൈറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സാധനം പൊട്ടിക്കഴിഞ്ഞാൽ അവന്മാരെല്ലാം സ്പോട്ട് ഔട്ടാണ്. അപ്പം ഈ ബഗ്ഗി ചാവത്തില്ലെങ്കിലും ബാക്കിയുള്ള അവൻ്റെ ക്രൂമേറ്റ്സ് എല്ലാം അടിയാവും. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ലൂഫിക്കും എല്ലാവർക്കും ഒരു ഹാപ്പിയാവും. യവന്മാർ വിറച്ച് നിൽക്കുകയും ചെയ്യും. ആ ഒരു ക്യാനൺ എക്സ്പ്ലോഡ് ആവുന്ന ആ ഒരു സീൻ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീർക്കുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്കിനി അടുത്ത എപ്പിസോഡ് നോക്കാം.